ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഇത് നമ്മുടെ ഗോപിമാമനാണ്. ഇതാ കിങ്ങിണിയുണ്ട്, വേറെതാ ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. അവിടെ എന്തൊക്കെയോ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അത് അവിടുത്തെ കാഴ്ചകൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് ത്രില്ലിലാണ് ഉള്ളത്. അപ്പം ഫ്രണ്ട് ഭാഗം കൂടെ എടുത്തേക്കാം. ഇത് ഈ കാണുന്ന വഴിയാണ്. അവിടെ എന്താ പാറ എന്താ കോറിയുള്ള വഴിയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് അവിടേക്ക് പോകുന്നില്ല, നമ്മളൊരു പാറപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ? അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, പക്ഷെ വെറുതെ ഒരു നൊസ്റ്റാൾജിയ. അതാ പണി തോന്നുന്നു, നല്ല പണിയാണ് തോന്നുന്നു കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കടന്നു പോവും നീ. മേലേക്കൊന്നും പോകണല്ലോ. അങ്ങനെ റോട്ടിലെ തടസ്സമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ, അടിപൊളി കാഴ്ചകൾ. പശുവിനെയൊക്കെ കൊണ്ടുവരുന്ന ഇതൊരു വല്ലാത്തൊരു കയറ്റമാണ് ഗൈസ്. അയ്യോ, കുലുങ്ങി. അപ്പം നമ്മൾ വണ്ടി പൊക്കിയും താഴ്ത്തിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം ഓഫ് റോഡ് തന്നെയാണ്. അത് കഴിഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു വഴിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് കണ്ട മുളങ്കാടുകളാണ്. അപ്പോൾ അതാ കിങ്ങിണിയുണ്ട്, മിഥുനുണ്ട്. ഇവിടെയൊക്കെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സ്ഥലമാണ്, പറയാതിരിക്കാൻ വരിക. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെങ്കിലും ശരി, അവിടെ നടന്നു പോകുമ്പോഴാണെങ്കിലും നല്ല പ്രകൃതി ഭംഗി കൊണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് ചൂലന്നൂർ മയിൽ സങ്കേതം എന്ന് കേട്ടിട്ടില്ലേ? ചൂലന്നൂർ മയിൽ സങ്കേതത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണിത്. അവിടെയാണ് ഈ പാറ ഉള്ളത്. പാമ്പുണ്ടാവും, പാലപ്പൂ എന്നൊക്കെ പറയും. മറ്റേ യക്ഷിയൊക്കെ വരുമ്പോൾ അല്ലേ, ആ സംഭവം. ഇതാണ് പാലപ്പൂ എന്ന് പറയുന്ന സംഭവം. നമ്മൾ യക്ഷി കഥകളിലൊക്കെ കേട്ടിട്ടില്ല, ആ സംഭവമാണ്. യക്ഷി ഇല്ലാത്ത പാലമരമാണ്. ഏരിയകളിലൊക്കെ മൈക്ക് പോലെ ചെറുപ്പത്തിൽ കളിക്കാറുള്ള ആ ഒരു സംഭവമാണിത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല രസമാണിത് സംഭവം. കാണാനും തൊടാനും നന്നായിട്ടുണ്ട്. ഇവിടെ നിറച്ച് അങ്ങനത്തെ സംഭവം ഈ പാറപ്പുറങ്ങളിലുള്ള പ്രത്യേകതയാണല്ലോ. പിന്നെ നല്ല നല്ല മരങ്ങളും കാര്യങ്ങളും, ശരിക്കും ഒരു വനത്തിൽ പോയി പെട്ട ഒരു ഫീലുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അസൽ വ്യൂ തന്നെയാണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരുപാട് കുറച്ചുകൂടെ മേലേക്ക് കയറി കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ച കിട്ടും. ഒന്ന് പോയി നോക്കട്ടെ. നല്ലൊരു തണലിലാണ് ഇപ്പോൾ വന്ന് നിൽക്കണത്. അത്യാവശ്യം വെയിലുണ്ട്, ഉച്ച സമയമായതുകൊണ്ട്
ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ദാദാ ആ കാണുന്നതാണ് നമ്മുടെ പാറപ്പുറം. അത് അടിപൊളിയാണ്. അവിടെ താഴെ കുറേ പശുക്കളൊക്കെ മേയുണ്ട്. എന്തായാലും കിടുക്കാച്ചി പാറയാണ് കേട്ടോ, അടിപൊളി. അതിൻ്റെ ഷേപ്പ് തന്നെ അടിപൊളിയല്ലേ. നമ്മളിതാ ആ കാണുന്ന കുന്ന് നമ്മൾ നേരത്തെ നിന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അസൽ കാഴ്ചകൾ എന്ന് വെച്ചാൽ നല്ല പ്രകൃതി. ഇതാ കണ്ടില്ലേ, പശുക്കളൊക്കെ മേയുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇത് വൈകുന്നേരം വരണമായിരുന്നു. ഇത് പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് വന്നതാ. ഇതിപ്പോൾ ഉച്ച സമയമല്ല, വൈകുന്നേരമാണ് ബെസ്റ്റ്. ഇവിടെ നിന്ന് ആ കാണുന്ന കുന്നിന്ന് നമ്മൾ അവിടെ കാണുന്ന ആ കുന്നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഈ കുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ച ആ പാറയൊക്കെ ഉള്ളത്. വലിയ പാറയാണ്. ഇവിടെയൊക്കെ നല്ല കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ, അടിപൊളിയാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കയറണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആ കുന്ന് ആ പാറ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നല്ല കയറ്റമാണ്, ശ്രദ്ധിച്ച് കയറണം. ഞാൻ കയറിയ ശേഷം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം, അതാണ് നല്ലത്. ചൂടൊക്കെ പോയി. അതാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മഴക്കാലത്ത് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അല്ല, വഴുക്കലുണ്ടാവും, അതുകൊണ്ട് അത് അപ്പോൾ നമ്മൾ ആ കുന്നൊക്കെ ഇറങ്ങിയിട്ടിപ്പം നടന്ന ആ മറ്റേ കുന്നിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ശ്രദ്ധിച്ച് പോകേണ്ട വഴിയാണ്. കാരണം ഒരുപാട് ചെറിയ കല്ലുകളും നല്ല ഒരു ഇറക്കവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പോരാത്തതിന് പശുവുണ്ട്, അത് വേറൊരു പേടിയായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കടന്ന് കെട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റും പിന്നെ നല്ല കാഴ്ചകളാണ്. നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ പാറയുടെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടും കംപ്ലീറ്റ് കാണും. അങ്ങനെ ഞങ്ങൾ ആ പാറയൊക്കെ കയറി ഇറങ്ങി ഇപ്പോൾ ഏകദേശം ആ കാർ പാർക്ക് ചെയ്ത് അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ നല്ലൊരു ചുറ്റും മുളങ്കാടാണ് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ചില്ലേ കാർ പാർക്ക് ചെയ്തപ്പോൾ, അത് ആ വഴിയാണ് എത്തിയത്. ഇപ്പോൾ ഇത് വേറൊരു വഴിയിലൂടെ ഇതാ അവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് തന്നെ നമ്മൾ എത്തി. അപ്പോൾ ഹലോ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ പല കാഴ്ചകളുമായിട്ട് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.